സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് പരാതി. കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് അപകടകരമായ രീതിയിലുള്ള വൈദ്യുതി ലൈൻ ഉള്ളത്. ക്ലാസ് മുറികൾക്കും ശുചിമുറിക്കും സമീപത്തുകൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ആഴ്ചകൾക്ക് മുൻപാണ് തേവലക്കര ഹൈസ്കൂളിൽ വെച്ച് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരൻ മരിച്ചത്. ഇതിനു പിന്നാലെ എല്ലാ വിദ്യാലയങ്ങളിലും പരിശോധന ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് അപകടകരമായ വൈദ്യുതി ലൈനിനെക്കുറിച്ച് സ്കൂളിൽ നിന്നും വിവരമറിയിച്ചിട്ടും KSEB പിറവന്തൂർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി. പിറവന്തൂർ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അപകടം പതിയിരിക്കുന്നത്. ഗവൺമെന്റ് ഹൈസ്കൂളായ വലിയകാവ് സ്കൂളിലെ HM KSEBക്കാരോട് പരാതി പറഞ്ഞിട്ടും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്നേ ദിവസം വരെ യാതൊരു നടപടിയും ഈ KSEB എടുത്തിട്ടില്ല. ലൈൻ പട്രോളിംഗ് അടക്കം നടത്തുന്നു എന്ന് KSEB അവകാശപ്പെടുമ്പോഴും വീണ്ടും ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നതുവരെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലാസുകൾ നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് 2 അടി മാത്രം ഉയരത്തിലാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുതി ലൈനിൽ മുട്ടി നിൽക്കുന്നു. സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതിൽ ഏറെയും. അപകടമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ ഉന്നത ഉദ്യോഗസ്ഥരിടപെട്ട് എത്രയും വേഗം പരിഹാരം കാണണമെന്നതാണ് ആവശ്യം. മീഡിയ 1 കൊല്ലം.